ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു ശ്രീജിഷ്. ഹെയർ ഓയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേര് പല മിസ്റ്റേക്സും വരുത്താറുണ്ട് ഹെയർ ഓയിൽ ചെയ്യുന്ന കാര്യത്തിൽ. സോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഹെയർ ഓയിലിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. സോ ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ ദിവസവും ഹെയർ ഓയിൽ ചെയ്യണമെന്നുള്ളത് പലർക്കും ഉള്ള ഡൗട്ടാണ്. നമ്മൾ പണ്ടത്തെ ഒരു കേരള പാരമ്പര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഹെയർ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവരായിരിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു വീക്ക്ലി 2-3 ടൈംസ് ഒക്കെ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഒരു ഹെയർ ടൈപ്പ് അതും ഇപ്പോഴും ഡെയിലി എണ്ണ തേക്കാം, അങ്ങനെ തേക്കരുത് എന്ന് പറയുന്നവരുമുണ്ട്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ. സോ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് ചേരുന്ന രീതി ഏതാണോ നിങ്ങളത് ഫോളോ ചെയ്യാം. എൻ്റെ ഒരു ഹെയർ ടൈപ്പ് വെച്ചിട്ട് എനിക്കൊരു വീക്ക്ലി 2-3 ടൈംസ് ഒക്കെ ഹെയർ ഓയിൽ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹെയർ ഓയിൽ ചെയ്യുമ്പം ധാരാളം എണ്ണ ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരുപാടധികം ഇങ്ങനെ എണ്ണ നമ്മൾ സ്കാൽപ്പിൽ ഇട്ടിട്ട് കാര്യമില്ല. അത് ഒരു അളവിൽ കൂടാൻ പാടില്ല, തീരെ കുറയാനും പാടില്ല, എന്നാൽ ഒരുപാടധികം വെളിച്ചെണ്ണ തേക്കാനും പാടില്ല. ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ലപോലെ എപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ചെയ്താലും സ്കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക? ഒരു 5 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ആ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ എപ്പോൾ ഹെയർ ഓയിൽ ചെയ്താലും നല്ലപോലെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. പിന്നെ ഹെയർ ഓയിൽ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ കോമ്പ് ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് കോമ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ തന്നെ ഇടുക എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഇങ്ങനെ മുടി അഴിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ടൈറ്റായിട്ട് കെട്ടരുത്, ടൈറ്റായിട്ട് കെട്ടാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. മുടി ഇങ്ങനെ അഴിഞ്ഞു കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർക്ക് ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. പിന്നെ ഹെയർ ഓയിൽ ചെയ്തിട്ട് എത്ര സമയം വെക്കണമെന്നുള്ളത്. ഹെയർ ഓയിൽ ചെയ്തിട്ട് ഒരിക്കലും അപ്പം തന്നെ കുളിക്കാതിരിക്കുക. ഹെയർ അപ്പം തന്നെ വാഷ് ചെയ്താലും നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടില്ല. സോ ഒരു 20 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കുക. 20 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. അല്ല ഈ കുറച്ചധികം ഈ 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവർ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും വെക്കുക. ഒരിക്കലും ഹെയർ ഓയിൽ ചെയ്തിട്ട് അപ്പം തന്നെ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. പറ്റുന്നവരെല്ലാം ഒരു 20 മിനിറ്റ്സ് 20-30 മിനിറ്റ്സ് ഒക്കെ വെക്കുക, കുഴപ്പമില്ല എന്നുള്ളവർക്ക്. സോ ഇത്രയും ടിപ്സാണ് ഹെയർ ഓയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സോ പലരും ഈ ഒരു പല മിസ്റ്റേക്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ പല മിസ്റ്റേക്സ് വരുത്തുന്നവരുണ്ടാവും ഹെയർ ഓയിലിങ്ങിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പല ഡൗട്ട്സും ഉള്ളവരുണ്ടാവും. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്, കുറേയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഹെയർ ഓയിലിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.